പോയി പോയി വരില്ല. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് വൈകിട്ട് എഴുന്നേറ്റ്, അത് കാരണം കൊണ്ട് ഇനി വാർത്ത് കഴിഞ്ഞാൽ വെള്ളം വാലില്ല. അപ്പോൾ പിന്നെ ഒന്ന് ചോറ് ഊറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് നുറുക്കി വയ്ക്കുക ഇന്നലെ മറന്നുപോയി. നാളികേരമൊക്കെ വറുത്ത് വെച്ച് ബാക്കിയുള്ളതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അരിഞ്ഞ് വയ്ക്കാനായിട്ട് മറന്നുപോയി. പിന്നെ വലിയ ഉരുളക്കിഴങ്ങായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം അങ്ങോട്ട് സ്പീഡിൽ ചെയ്യാമല്ലോ. തോലങ്ങോട്ട് ചെത്തി കഴിഞ്ഞാൽ പിന്നെ നുറുക്കാനൊരു പണിയെന്നൊന്നും പറയാനൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കാരണം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം അതെടുത്തിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുത്തു. അതിനിടയ്ക്ക് ചായ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. പാൽ ചായ അല്ലാത്ത കാരണം വലിയ പണിയില്ല. കട്ടൻ ചായ ആകുമ്പോൾ പണിയില്ലല്ലോ. അപ്പോൾ അത് കാരണം ആ ചായയില വേഗം ഇട്ട് കഴിഞ്ഞിട്ട് അതവിടെ മൂടി വെച്ച് വീണ്ടും ഉരുളക്കിഴങ്ങ് അരിയാൻ തന്നെ വന്നു. ഉരുളക്കിഴങ്ങ് അരിയുമ്പോൾ എപ്പോഴും വെള്ളത്തിലേക്ക് ഇടണം കേട്ടോ. അത് കൂട്ടുകാർക്ക് അറിയുണ്ടാവും, എന്നാലും അറിയാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആ കളർ അങ്ങോട്ട് ചേഞ്ച് ആവും. അപ്പോൾ അത് കാരണം എപ്പോഴും ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞ് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ അടിപൊളി കേട്ടോ. നമ്മൾ വറുക്കാനായാലും അതുപോലെ തന്നെ വയ്ക്കാനായാലും ഒക്കെ അങ്ങനത്തെ തന്നെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പം ഞാനൊരു പാത്രം വെള്ളം എപ്പോഴും അടുത്തെടുത്ത് വയ്ക്കും കേട്ടോ ഉരുളക്കിഴങ്ങ് റെഡിയാക്കുമ്പോൾ. ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരത്തെയും കൂടി വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് വൈകുന്നേരം വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ അപ്പോൾ രാവിലത്തെ മാത്രമായിട്ട് ഇടുമ്പോൾ അത്രയ്ക്കധികം അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കാര്യമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷേ ഷൂട്ടിങ് അത്ര അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതാ ചോറ് ഊറ്റാൻ 2 പാത്രത്തിലായിട്ടാണ് ചോറ് ഊറ്റി വയ്ക്കുക. കലത്തിലാകുമ്പോൾ സുഖമായിട്ടോ, അതങ്ങോട്ട് വാർത്ത് വെച്ച് അധികം പാത്രങ്ങളൊന്നും കൗണ്ടർ ടോപ്പിൽ ഉണ്ടാവില്ല. അത്യാവശ്യം ഒന്ന് അപ്പം തന്നെ ഒതുക്കി കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. അത് കഴിഞ്ഞാൽ എനിക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി ഇതൊക്കെ ഒരുമിച്ചിട്ടിട്ട് നമുക്ക് കുക്കറിൽ അടിച്ചെടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഒന്ന് വഴറ്റി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. മുന്നേ ഞാനതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇത്തിരി ജീരകത്തിൻ്റെ പൗഡർ, ഗരം മസാല, ഇത്രയ്ക്കും മസാലകളാണ്. അപ്പോൾ നമ്മുടെ മസാല ബോക്സ് ഉണ്ടാക്കിയാൽ പിന്നെ അതൊരു ലാഭം തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും പാത്രങ്ങൾ നമ്മൾ നിരത്തണ്ടേ കൗണ്ടർ ടോപ്പിൽ. ഇതിപ്പോൾ അതൊന്നും നിരത്തണ്ടല്ലോ. ഒരു പാത്രം എടുത്തങ്ങാണ്ട് ഒരു ടീസ്പൂൺ എടുത്തു കഴിഞ്ഞാൽ എല്ലാം അതങ്ങോട്ട് കുറേശ്ശെ അങ്ങോട്ട് തട്ടിക്കൊടുത്താൽ മതി. പിന്നെ പുതിയ കുട്ടികളൊക്കെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു പാത്രത്തിലെടുത്ത് ഒരു തുണ്ട് വെള്ളം ഒഴിച്ചിട്ട്, തുള്ളി വെള്ളം കേട്ടോ, ഒരു 3-4 തുള്ളി വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചിട്ട് അത് അങ്ങനെ തന്നെ ഒരുമിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചാൽ മതി. അപ്പോൾ കരിയൊന്നുമില്ല. കൂടുതൽ പേർക്ക് അറിയണമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ യൂട്യൂബൊക്കെ നന്നായിട്ടുള്ള കാരണം കുക്കിങ്ങിന് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ. എന്നാലും നമ്മൾ ചെയ്ത് നോക്കിയാണ് പ്രാക്ടീസ് എപ്പോഴും വരിക. അതിലേക്ക് ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചത് എന്താ വെച്ചാൽ ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് അരിഞ്ഞത്. പക്ഷേ ആ മുളക് പൊടിയിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് ഒന്ന് വഴറ്റാന്ന് വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഇതിലേക്ക് 2 ചെറിയ തക്കാളിയാണ്, അത് കാരണം 2 ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സവോളയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. സവോള അധികം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കറിയിലേക്ക്. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓവർ ഇങ്ങനെ വെള്ളം പോലുള്ളൊരു കറിയൊന്നും നല്ലത്, ഇത്തിരീച്ച കുറുതായി ഇരിക്കുന്ന ഒരു കറിയാണ്. ചപ്പാത്തിലേക്കും ചോറിലേക്കും ഒരുപോലെ പോണ ഒരു കറിയാണ് കേട്ടോ. അത് കാരണം നല്ല എന്താ പറയുക, നമുക്ക് രാവിലെ വയ്ക്കുകയാണെങ്കിൽ പത്തിരി ഉണ്ടാക്കണമെങ്കിലും അതിൽ വെള്ളപ്പം ഉണ്ടാക്കണമെങ്കിലും ഒക്കെ ഇത് കൂട്ടാൻ പറ്റും. അങ്ങനെ അടിപൊളി ഒരു കറിയാണ് കേട്ടോ. ചോറക്കൂറ്റിൽ കഴിഞ്ഞു, അതിനൊക്കെ ഒതുക്കി വെച്ചു. 3 നേരം ചോറായ കാരണം അത്രയ്ക്ക് ഇത്തിരി കൂടുതൽ ചോറ് വയ്ക്കണം. അപ്പോൾ വൈകുന്നേരം വരെ വേണ്ട. വൈകുന്നേരം ചോറില്ലെങ്കിൽ അത് വയ്ക്കണതും ചപ്പാത്തി ഉണ്ടാക്കുന്നതും ഒരു വലിയ പണിയായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ചപ്പാത്തിയിലേക്ക് മാറാൻ കുറേ ഗോതമ്പായിട്ടിരിക്കുന്നത്, പൊടിപ്പിക്കാൻ പറ്റാത്ത കാരണം ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും രാവിലെ പോയി വൈകുന്നേരമല്ലേ ജോലി കഴിഞ്ഞ് വരുന്നത്, അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അതോടുകൂടി ആ കൗണ്ടർ ടോപ്പ് ഒന്ന് ചെറുതായിട്ട് ഒതുക്കുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കറിയും പിന്നെ ഉപ്പേരിയായിട്ട് വയ്ക്കുന്നത് വഴുതനങ്ങിയ പടവലങ്ങിയും കൂടിയുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തേക്കിനോടുകൂടി തന്നെ മല്ലിയിലയും കറിവേപ്പിലയും ഒരു പാത്രം കൂടി എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ എപ്പോഴും ഫ്രിഡ്ജ് തുറക്കണ്ടല്ലോ. നമ്മൾ ഒരു വട്ടം ഫ്രിഡ്ജ് തുറക്കുമ്പോൾ എല്ലാതും കൂടി എടുത്ത് വയ്ക്കണം. ശരിക്കും പറയാൻ വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ആദ്യം ഫ്രിഡ്ജ് തുറന്ന് എന്തൊക്കെ വേണോ അത് നോക്കിയിട്ട് വെക്കുകയാണ് നല്ലത് കേട്ടോ. നമ്മുടെ കറണ്ട് ചാർജ് എന്താ പറയുക, വിമാനം പോലെയൊന്നും പറയില്ല, അതേപോലെ പോവും. അപ്പോഴും കൗണ്ടർ ടോപ്പ് ഒന്ന് ഒതുക്കിയിട്ടു കേട്ടോ. അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാനൊരു സുഖം ഉണ്ടാവില്ല കൗണ്ടർ ടോപ്പ് ഇങ്ങനെ വല്ലാണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാനൊന്ന് തുടച്ചിട്ട് കണ്ടിട്ട് അതൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് വെച്ച് എടുത്തു കേട്ടോ. പിന്നെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതും ഒന്ന് കൊണ്ട് കളഞ്ഞ് കണ്ടിട്ട്. അപ്പോൾ പിന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ പാത്രമൊക്കെ വലിയ പാത്രമല്ലേ,
അപ്പോൾ പിന്നെ അതും ഒന്ന് കൊണ്ട് കളഞ്ഞു. പിന്നെ ഇന്നലെ വീഡിയോ ആയിട്ട് വരാമെന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് സങ്കടമുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സങ്കടങ്ങൾ ഇങ്ങനെ വല്ലാണ്ട് വരുമ്പോൾ ശരീരം കൂടി തളരുമല്ലോ. അപ്പോൾ അത് കാരണം ഒന്നും ചെയ്തില്ല, വീട്ടിലും കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റണുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് റെസ്റ്റ് എടുത്തു, അങ്ങോട്ട് കിടന്നു കേട്ടോ. പ്രശ്നം പരിഹരിക്കപ്പെട്ടൊന്നുമില്ല, എന്നാൽ എൻ്റെ മനസ്സ് അതിനോട് യോജിച്ചു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അതിനിടയ്ക്ക് ആ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂപ്പിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മൂപ്പിച്ച് നമ്മുടെ പടവലങ്ങയും വഴുതനങ്ങയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറയാമെന്ന് വെച്ചാൽ ഇവിടെ പിള്ളേർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കറിയാണിത്. പക്ഷെ ഉരുളക്കിഴങ്ങല്ലേ കറി വെച്ചിരിക്കുന്നത്, അത് അമ്മയ്ക്ക് അത്ര ഇഷ്ടമില്ല എന്നല്ല, എപ്പോഴും ഭയങ്കര ഗ്യാസാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഉരുളക്കിഴങ്ങ് കഴിക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇതും കൂടി വെച്ചതാണ്. പിള്ളേർക്കാണെങ്കിൽ ഈ വഴുതനങ്ങ വറുത്താൽ മാത്രമേ കഴിക്കുള്ളൂ. അതായത് പടവലങ്ങയും അത്ര വലിയൊരു ഇഷ്ടമില്ല. പടവലങ്ങയും ചെമ്മീനും കൂടി നമ്മളെന്താ പറയുക, ഒരു ചെറിയൊരു മസാലക്കറി പോലെ വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ പിള്ളേർക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇത് അത്ര വലിയ നോട്ടമൊന്നുമില്ല. എന്നാലും പിന്നെ കുറേശ്ശൊക്കെ ചേട്ടനും കൂട്ടും അങ്ങനെ. അപ്പോൾ പിന്നെ വെച്ചു, ഒരു ഉപ്പേരി വേണ്ടേ, അമ്മയ്ക്കും കൂടി വേണ്ടേന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ വെച്ചു എന്നുള്ളൂ കേട്ടോ. വൈകുന്നേരം കറിയും ചോറും ഒന്നും വെക്കേണ്ടി വന്നില്ല, എല്ലാതും ഉണ്ടായിരുന്നു. അത് കാരണം രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര സങ്കടമുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ മനസ്സിന് ധൈര്യം കൊടുത്തു എന്നല്ലാതെ അങ്ങനെ മനസ്സിന് ധൈര്യമൊക്കെ കൊടുത്ത് അങ്ങനെ ശരിയാക്കി എടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി. പിന്നെ വീഡിയോ എടുക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതാ ഇന്ന് വീണ്ടും വീഡിയോ ഇടാണ്. അതിനിടയ്ക്ക് തലേദിവസം നാളികേരം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാരണം കൊണ്ട് അത് വേഗം അരച്ചങ്ങടെ അതിൽ ചേർക്കുകയാണ് കേട്ടോ. അപ്പം നാളികേരം വറുക്കുന്നത് അത്യാവശ്യം ഒരു പണി തന്നെയാണ്, ഇത്തിരി സമയം പോണ ഒരു പണിയാണല്ലോ. അപ്പോൾ അതൊക്കെ തലേദിവസം എന്തായാലും നമ്മൾ വറുത്ത് വയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. അടുപ്പൊക്കെ ഒഴിവുണ്ടെങ്കിൽ ലാസ്റ്റ് അടുപ്പ് ഇറക്കുമ്പോൾ അതൊന്നും അതിൽ വറുത്തെടുക്കുന്നത് നല്ലത്. പെട്ടെന്ന് തന്നെയാവും കേട്ടോ. നാളികേരം അടുപ്പത്ത് വറക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ആ കണലിൻ്റെ ചൂട് എല്ലായിടത്തേക്കും ഒരുപോലെ എത്തിയിട്ട് വേഗമാവും. അപ്പോൾ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ, പെട്ടെന്ന് കുക്കിങ് കഴിയും. പക്ഷെ പാത്രം കഴുകണ കാര്യം ഇത്തിരി പണിയായിരിക്കും. അങ്ങനെ എന്താ നാളികേരം ഒന്ന് അരച്ചിങ്ങാട്ട് അതിലേക്ക് ചേർത്തു. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല. എന്നുവെച്ചാൽ വറുത്തത് ബാക്കി വന്നാൽ വേറെ വല്ല കറിയിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് മാത്രം വറുത്തതാണ്. അതിനിടയ്ക്ക് നമ്മുടെ പടവലങ്ങ ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങി പിന്നെ ഞാൻ തുറന്നിട്ട് മൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ വയ്ക്കുമ്പോൾ ഇളക്കുമ്പോൾ ചട്ടകം വെച്ച് ഇങ്ങനെ മറിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇളക്കാനായിട്ട്. ഇങ്ങനെ തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ ആക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കും വേണം. ഇളക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പണ്ട് ഞാനിതിങ്ങനെ പടവലങ്ങി അടുപ്പത്ത് വെച്ചിട്ട് കുളിക്കാൻ പോയിട്ട് ചേട്ടനെ ഏൽപ്പിച്ച് പോയി. തിരിച്ച് വന്നപ്പോഴേക്കും അതെന്താ പറയുക, ഉടച്ച് ഒരു പരുവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നൊക്കെയെന്ന് വെച്ചാൽ ആ പടവലങ്ങി ഉടച്ച് വെച്ചിട്ട് വേറെ ഡിഷ് ഉണ്ടാക്കാൻ എനിക്കറിയാം. പക്ഷേ അന്നൊന്നും അതിനുള്ള ഐഡിയ അത്രയ്ക്കൊന്നും വിവരമൊന്നും ഇല്ല. അപ്പോൾ അന്ന് ഭയങ്കര വിഷമമായി പോയിട്ടുണ്ടായിരുന്നു. അന്നെന്ന് വെച്ചാൽ തറവാട്ടിൽ നിൽക്കണ കാലമായിരുന്നു കേട്ടോ. ഭയങ്കര സങ്കടവും പേടിയും എന്ന് വെച്ചാൽ മറ്റുള്ളവരൊക്കെ എന്ത് പറയും എന്നുള്ള പേടിയും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ മോനല്ലേ ചെയ്തേ, അത് കാരണം അത്ര വലിയ വിഷയം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നല്ല പേടിയൊക്കെ ആയിരുന്നു കേട്ടോ അന്നൊക്കെ. കറിയൊക്കെ എന്തെങ്കിലും വരുമ്പോൾ ഇന്ന് കറിക്ക് അങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് റെഡിയാക്കാനുള്ള ഒരു അറിവും കൂടി ഉണ്ട്. അന്ന് അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് വാങ്ങി വെച്ചു. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ വേണമെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് കാച്ചൊക്കെ ചെയ്യാൻ നമുക്ക്, അത് നല്ല ടേസ്റ്റാണ്. പക്ഷേ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളൊക്കെ മൂപ്പിച്ചേക്കണ്ടല്ലോ. ഇനി രണ്ടാമത് വെളിച്ചെണ്ണ ഒഴിച്ച് ആക്കേണ്ട ആവശ്യമില്ല. തിളച്ച് കഴിയുമ്പോൾ മല്ലിയില ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് മിക്സ് ചെയ്ത് അത് നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. പിന്നെ അത് ആ ചോറ് പകർത്ത് ആദ്യം ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ ചേട്ടൻ തന്നെ ചോറ് പകർത്തിയായിരുന്നു കേട്ടോ. ഇപ്പോൾ മടിയാണ്, ചോറ് പകർത്തുമെന്ന് പറയും. അപ്പോൾ പിന്നെ ഞാനത് അങ്ങോട്ട് പകർത്തും. എന്തായാലും ഒഴിവുണ്ടാവും. പലഹാരപ്പണി നിർത്തി വെച്ചേക്കണ കാരണം കൊണ്ടാണ് ഒഴിവുണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒന്നും ഒഴിവുണ്ടാവില്ല കേട്ടോ. പിന്നെ പലഹാരപ്പണി ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഈ 6 മണിക്കൊന്നും എഴുന്നേറ്റ ഒരു കാര്യമില്ല. ചേട്ടൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാവും. പക്ഷെ പോണേറ്റ് മുന്നേ 6:45 7 മണിക്ക് ആകുമ്പോഴേക്കും പോവല്ലേ, അത് കാരണം വലിയ സമയമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് ഇതുപോലെ വെക്കണത്. അങ്ങനെ ഉരുളക്കിഴങ്ങും നമ്മുടെ മെഴുക്ക് പറ്റിയൊക്കെ വെച്ച് അത് ഫോട്ടോ എടുക്കണതിൻ്റെ ഇടയിൽ നമ്മുടെ ബാക്കിൽ മയിൽ വന്നേക്കുന്നു കേട്ടോ. അപ്പോൾ മുറ്റത്തേക്കൊക്കെ കയറി വരുന്നുണ്ട്. കാണാനുള്ള സൗന്ദര്യമുള്ളവരെ, പക്ഷെ നമ്മുടെ കൃഷിയൊക്കെ നശിപ്പിക്കും. അപ്പുറത്ത് കൈപ്പയ്ക്കും അങ്ങനത്തെ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊത്തി നശിപ്പിക്കും കേട്ടോ. അവർ കണ്ടു കഴിഞ്ഞാൽ ഓടിക്കും. നമ്മുടെ വാഴത്തോട്ടത്തിലേക്കാണ് ഇവർ വന്നേക്കുന്നത്. 5 ആൺമയിലാണ് വന്നേക്കുന്നത് കേട്ടോ. പെൺമയിൽ ഉണ്ടായിരുന്നില്ല. പെൺമയിൽ ഉണ്ടാകുമ്പോഴാണ് അവർ പീലി വിരിക്കുക. ഞാനൊരു ദിവസം കണ്ടിട്ടുണ്ട്. പക്ഷേ
ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനൊന്നും സാധിച്ചില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനൊന്നും മറക്കരുത്. വൈകുന്നേരം റേഷൻ കടയിലൊക്കെ പോയിട്ട് ആ ഒരു വീഡിയോ ഒന്ന് എടുത്തതാണ്. വൈകുന്നേരം വീട്ടിൽ വന്നപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ആയി ഞാൻ മനസ്സ് തളർന്ന് കിടന്നത്. പിന്നെ പിറ്റേ ദിവസം ഉഷാറായി. നാളെ ഇതിനേക്കാൾ ഉഷാറായിട്ട് വരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്.